ഇത് എത്ര കൊടുക്ക ബ്രോ? ഇത് നമുക്ക് 5,25,000 രൂപ. 5,25,000 ഈ വണ്ടി കേരളത്തിൽ ഒരു മനുഷ്യൻ കൊടുക്കാത്ത വിലയിൽ ഈ വണ്ടി നിങ്ങൾ കൊടുക്കും. ഓട്ടോമാറ്റിക് അതും 19 വണ്ടി VXI ഓട്ടം കുറവാണ് അല്ല, ഒരു ടെൻഷനും വേണ്ട, കൊടുക്കാൻ പറ്റും ബ്രോ. ഇത് നമുക്ക് ലാസ്റ്റ് 4,50 കൊടുക്കാം. 4,50 കൊടുക്കാം. അതും 2017 ഡീസൽ വണ്ടി, സ്വിഫ്റ്റ് കാർ, 12ാം മാസം പൈസ കൊടുക്കല്ലേ? അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. കൊടുക്കുക. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 2,25 കൊടുക്കാം. 2,25 കൊടുക്കാം. അതും വെർണ വണ്ടി, ഡീസൽ. 14ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇവിടെ എപ്പോ വീഡിയോ ചെയ്താലും നല്ല ചൂടൊപ്പ് പോലെ കാറുകൾ വിറ്റുപോകുന്ന ഒരു ഷോറൂം. ഒരു ടെൻഷനും വേണ്ട, നല്ല വിലപ്പാകമുണ്ട്. ജനപ്രിയ വണ്ടികളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് ഹൈറൈഡിലാണ്, പെരിന്തൽമണ്ണ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ലതീഷ് ചേട്ടനാണ്. എന്തൊക്കെ ഉണ്ട് ബ്രോ? കുറെ ആയല്ലേ നമ്മളെ കണ്ടിട്ട്? 3 മാസമായി വീഡിയോ ചെയ്തിട്ട്. ഇപ്പൊ ഒരുപാട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അല്ലേ? എല്ലാം ജനപ്രിയ വണ്ടികളാണ് ഉള്ളത്. സാധാരണക്കാരുടെ മിഡിൽ അതെ ഉള്ളതുണ്ട്, ഹൈ ക്വാളിറ്റിന്റെ എല്ലാം ഉണ്ട്. ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. സ്വിഫ്റ്റ് കാർ, ആൾട്ടോ, അതുപോലെ തന്നെ വാഗണർ ഇവിടെ ചാകരയാണ്. അതുപോലെ തന്നെ പിന്നെ SUV ടൈപ്പ് കുറെ ഉണ്ടല്ലോ ഇപ്രാവശ്യം കുറെ കയറിക്കുന്നത്. പിന്നെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്ത വാഹനങ്ങളാണ്. നമ്മൾ മെയിൻ്റെനൻസ് ചെയ്തിട്ട് വാഹനങ്ങൾ ഷോറൂം കയറ്റാറുള്ളൂ. അതെ, ഒരു ഗ്യാരണ്ടി ഒക്കെ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അവർക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പിലോ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ഫുള്ള് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ല? ഓക്കെ. എന്ത് പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അല്ല? അങ്ങനത്തെ കച്ചവടം മതി, ഉടായ്പുള്ള കച്ചവടം വേണ്ട. കാരണം അങ്ങനത്തെ കച്ചവടം ആയതുകൊണ്ടാണ് ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് വന്നിട്ട് വണ്ടി എടുക്കുന്നത് അല്ല? അപ്പോ പിന്നെ നിങ്ങൾക്ക് 100% വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയ ഒരു ഷോറൂം കൂടിയാണ് കേട്ടോ. അപ്പൊ ബ്രോ നമുക്ക് കൂടുതൽ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട, ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ലൊക്കേഷൻ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഹൈറൈഡ് യൂസർ കാർ. ഏകദേശം പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അടുത്തായിട്ട് വരും. അത്ര ഉണ്ടാവും അല്ലെ? അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇവരെ നമ്പർ ഉണ്ട് കേട്ടോ, 2-3 നമ്പർ ഉണ്ട്. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ മതി. ഫസ്റ്റ് നമ്പർ ഉള്ളത് മൂപ്പർതാണ്. അപ്പോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചോദിച്ചോട്ടോ. അപ്പോ വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഖിദ്മത്തിന്റെ ഡസ്റ്റർ കാണിച്ചു കൊടുക്കല്ലേ? എങ്ങനെയായിരുന്നു ബ്രോ മോഡൽ? 2013 മോഡൽ. 13 മോഡൽ. ഇത് 85 അല്ലെ? 85 പിന്നെ എല്ലാ ആളുകളും അന്വേഷിക്കുന്ന ഒരു വാഹനം. 13 വണ്ടി. എത്ര ഓട്ടം ഉണ്ട്? ഇത് 1:35 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നും. ഓക്കെ. തട്ടുമുട്ട് വരക്കൊന്നും ഇല്ല. വണ്ടി എക്സ്ട്രാ ഫിറ്റ് ഒന്ന് കയറിക്കണോ? ഇല്ല, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല. അലോയ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഫുൾ ഓപ്ഷൻ ആണ് അല്ല? അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കമ്പനി തന്നെ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് 2,90 കൊടുക്കാം. 2,90 കൊടുക്കാം. അതും 85 വണ്ടിയാണ് കേട്ടോ, 13 മോഡല്. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാനും പറ്റൂല? ഏകദേശം ഒരു 2.5 ലക്ഷം വരെ ലോൺ കിട്ടും. കിട്ടും. ഓക്കെ. കാർ കാണിച്ചു കൊടുക്കല്ലേ? എങ്ങനെയായിരുന്നു? 2012 മോഡൽ VDI. 12 മോഡൽ ഓപ്ഷൻ പിന്നെ VDI അല്ലേ? AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും, നല്ല ലെതർ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്റീരിയർ ഭാഗത്ത് അലോയ്സ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് ഏകദേശം 1:30 ഓടിയിട്ടുണ്ട്. 1:30 ഓടിയിട്ടുണ്ട്. അലോയ്സ് ഒക്കെ ഇതിൽ കയറ്റിയതാണ്. ഓക്കെ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ല, തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം പറ്റുമോ? 3 ലക്ഷം രൂപ. എത്ര മോഡലായിരുന്നു? 2012 വണ്ടി അല്ലേ? വില കുറച്ച് കൊടുക്കും അല്ലേ? ഇത് ലോണും കിട്ടും? ലോൺ കിട്ടും തീർച്ചയായും. ഇവിടെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, അതും നല്ല മൈലേജ് കൂടുതൽ കിട്ടുമല്ലേ? നല്ല മൈലേജ് കൂടുതൽ കിട്ടുന്ന ഫോർഡിന്റെ ഫിയസ്റ്റ ടൈറ്റാനിയം ഓപ്ഷനിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എത്ര മോഡലായിരുന്നു? 2012 മോഡൽ. 12 മോഡൽ. 27 വരെ പേപ്പറും ഉണ്ടാവും? 27 വരെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. ഇടി കുത്തൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഏകദേശം 1:30 കൊടുക്കാം. 1:30 കൊടുക്കാം. ഇത് ഒരു സഡാൻ വണ്ടി അല്ലേ? കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. 1:30 കൊടുക്കാം. ഇതിനൊക്കെ ലോൺ കിട്ടും അല്ലേ? ലോൺ ഇതിൽ കിട്ടുമോ? 12 വണ്ടിയല്ലേ, ചിലപ്പോ കിട്ടായിരിക്കാരോ? ഇല്ലെങ്കിൽ സെർട്ട് ഫിനാൻസ് ഒക്കെ കിട്ടും അല്ലെ? ഗ്യാരണ്ടി ഇല്ല ലോണിന്റെ കാര്യത്തില്. പിന്നെ ചെറിയ ബഡ്ജറ്റ് അല്ലേ, അല്ല ചെറിയ കായ് കൊടുക്കുന്നതല്ലേ? ഓക്കെ. അവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, അത് ഡാറ്റ്സന്റെ ഗോ. ഏതായിരുന്നു? ഡാറ്റ്സന്റെ ഗോ ആണ്. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക്കാ?
മാനുവൽ വണ്ടി അല്ലേ? 2016 രജിസ്ട്രേഷൻ ആണ്. 16. അത് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, 2016 വണ്ടി അല്ലേ? 16 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടമില്ല, 67,000 ഓടിയിട്ടുള്ളൂ. 67,000 ഓടിയിട്ടുള്ളൂ. മാനുവൽ വണ്ടി. ഓണർഷിപ്പ് തേർഡ് ആണ് അല്ലേ? എത്ര കൊടുക്കുക ഇത്? നമുക്ക് ഒരു 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. പൈസ അതെ. ഇതിന് പിന്നെ ലോൺ കിട്ടും അല്ല? അത്യാവശ്യം ഫുള്ള് കിട്ടും. ഏകദേശം ഫുള്ള്. ഡിസൈർ കാണിച്ചു കൊടുക്കല. എങ്ങനെയായിരുന്നു മോഡല്? 2013 മോഡൽ. 13 വണ്ടി. ഓക്കെ. ഓപ്ഷൻ പിന്നെ VDI ആണല്ലേ? ബ്ലാക്ക്, മറ്റേ ടോപ്പൊക്കെ ബ്ലാക്ക് ഇതിലേക്കാണ് വെട്ടി ചെയ്തിട്ടുണ്ട്. ആ ടോപ്പ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? റൂഫിന്റെ ഭാഗത്ത് അത് RC ഇൻക്ലൂഡ് ആണോ അല്ല വെറുതെ സ്റ്റിക്കർ ഡുവൽ ടൂണിലേക്ക് മാറ്റി സ്റ്റിക്കർ മാത്രമാണ്. ഓക്കെ. ഇത് ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് ഓട്ടോ 1.30 ഓടിയിട്ടുണ്ട്. 1.30 ഓടിയിട്ടുണ്ട് അല്ലേ? എന്ത് പാട് വണ്ടി? ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ല? നല്ല ക്വാളിറ്റി അല്ല, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും. ഓക്കെ. ഓണർഷിപ്പ് തേർഡ് ആണ്. ഇന്ത്യൻ ഭാഗത്ത് നല്ല സീറ്റ് കവർ, കിതുമത്തിന്റെ സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. VDI ആണോ? സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. വേറെ പ്രശ്നങ്ങൾക്ക് ഇടിയോ കുത്തൊന്നും ഇല്ല കേട്ടോ. നല്ല വണ്ടിയാണ്. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 3 ലക്ഷം രൂപ. 3 ഉറുപ്പിക കൊടുക്കാം. 2013 ഡിസയർ 3 ഉറുപ്പിക കൊടുക്കാം. ഓക്കെ. ഇവിടെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കല്ലേ? അതും ചെറിയ ആൾട്ടോക്കാരുടെ പൈസക്ക് ആൾട്ടോ 800 കൊടുക്കല്ല. എത്ര മോഡലായിരുന്നു? 2013 മോഡലാണ്. 2013 മോഡല്. പിന്നെ ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 1 ലക്ഷത്തോളം ഓടിയിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ എന്തുണ്ടോ? ഇടിമുത്തൊന്നും ഇല്ലല്ലോ? LXI ആണ് ഓപ്ഷൻ വരുന്നത്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ്. പിന്നെ ആൾട്ടോ പറയണ്ടേ, AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ എല്ലാത്തിലും വരുന്നതാണ്. ഇത് എത്ര കൊടുക്കാം ബ്രോ? ഇത് നമ്മൾ 1.65 കൊടുക്കാം. 1.65 കൊടുക്കല്ലേ? ലോൺ കിട്ടോ ഇതിന്? കിട്ടൂല്ലേ? മാക്സിമം ഒരു 1.25 കിട്ടൂല്ലേ? 1.25 എന്തായാലും ലോൺ. ഓക്കെ. നല്ല കിണ്ണം പോലത്തെ ഒരു റയർ പീസ് അല്ലേ ലതീഷേട്ടാ? റയർ പീസ്, അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി, അതും ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാം. ഓക്കെ. ഹുണ്ടായിന്റെ വെർണ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. വെർണയാണ്, ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ ഇതില്? എല്ലാ സെറ്റപ്പ്. CVT ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. CVT ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു വാഹനം കൂടിയാണ്. കയറ്റത്തിന് താഴത്ത് ഇറങ്ങൂല അല്ല, ഒരു ടെൻഷനും വേണ്ട. ഇത് എത്ര മോഡലാ? ഇത് 2010 മോഡലാണ്. 30 വരെ പേപ്പർ. 10 മോഡൽ 30 വരെ പേപ്പറുള്ള ഒരു വാഹനമാണ്. ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഞാൻ സത്യം പറയട്ടെ, ഈ വണ്ടി കണ്ടാലില്ലേ 2010 ആരും പറയില്ല കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 1.30 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഓട്ടാണ്. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് പക്കയാണ്. ഫുള്ളാണ്. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാം. അതും 30 വരെ പേപ്പറുള്ള ഒരു വാഹനം. അതും ഓട്ടോമാറ്റിക് ഡീസൽ. ചെറിയ വിലക്ക് ഓട്ടോമാറ്റിക്, CVT ഓട്ടോമാറ്റിക് ഡീസൽ. അതെ, എവിടുന്ന് കിട്ടൂലല്ലോ. കിട്ടാത്ത. ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു കിതുമത്തിന്റെ ഇന്നോവ, അതും ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ഇബ്രോ, ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2008 മോഡലാണ്. 2008. ആലോചിച്ചൊക്കെ നോക്കി, ആലോചിച്ചൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ്. 2008 വണ്ടി. 28 വരെ പേപ്പർ ഉണ്ടാവും. കേരള വണ്ടിയല്ലേ ഇത്? ഒറിജിനൽ കേരള വണ്ടിയാണ്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ ഒരു വാഹനമാണ്. മെയിൻ്റെനൻസ് ചെയ്ത വാഹനമാണ്. ഫുള്ള് ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കേറിക്കണല്ലോ വണ്ടി. എക്സ്ട്രാ ഫിറ്റിംഗ്സ്, നല്ല സീറ്റ് കവർ ഉണ്ട്, നല്ല അലോയ്സ് ഉണ്ട്. പിന്നെ ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓട്ടോ 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3 ലക്ഷം ഓടിയിട്ടുണ്ടല്ലോ. ആൻഡ്രോയിഡിന്റെ സെറ്റ് ഉണ്ട്. ജെന്യൂൻ ആയിരിക്കും ഓട്ടം? ഓട്ടം ജെന്യൂൻ ആണ്. 3 ലക്ഷം കറക്റ്റ്. നല്ല വണ്ടിയല്ലേ? മെക്കാനിക് ഒക്കെ എന്തുവാണ്? മെക്കാനിക് പക്കാണല്ലേ? ആവശ്യക്കാർക്ക് എവിടെ വേണം ചെക്ക് ചെയ്ത് മിയാണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3,50,000 രൂപ കൊടുക്കാം. 350 ഒരു ഇന്നോവ കാർ, അതും കാണാൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. അതും ഡിസൈർ ആണ്. ഡിസൈർ 2009. എത്ര വരെ പേപ്പർ? 29 വരെ പേപ്പർ ഉണ്ട് അല്ലേ? എത്ര മോഡലാ? സോറി, എത്ര ഓട്ടോ ഉണ്ട്? ഇത് ഏകദേശം 1.5 ലക്ഷം ഓടിയിട്ടുണ്ടല്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇടികുത്തൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ. മെക്കാനിക് ഒക്കെ എന്ത് പാട്? മെക്കാനിക് ഒക്കെ ഫിറ്റ് ആണ്. ഫുള്ളാണ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് 1.85 കൊടുക്കാം. 1.85 അല്ലേ? ഇത് ലോൺ കിട്ടോ? ലോൺ കിട്ടും. എത്ര കിട്ടും മാക്സിമം? മാക്സിമം നമുക്ക് 1.25 വരെ ലോൺ കൊടുക്കാം തന്നെ. ഓക്കെ.
അതിലൊരു ഓട്ടോമാറ്റിക് അല്ലേ? അതെ, എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ. 17 രജിസ്റ്റേർഡ് ഉണ്ട്. ഓക്കെ, എത്ര ഓട്ടോ ഉണ്ട് ബ്രോ? ഇത് ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓടിണ്ടല്ലേ? ടയറൊക്കെ പുത്തനാണ്? എല്ലാ ടയറും പുത്തനാണ്. ഓക്കെ, റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ആണ്, ടെൻഷൻ വേണ്ട. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? നമുക്ക് 350 കൊടുക്കാം. 350 കൊടുക്കാം. അതും 2016 ഓട്ടോമാറ്റിക് വണ്ടി. ഓപ്ഷൻ വരുന്നത് VXi അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഒരു എങ്ങനെയായിരുന്നു മോഡൽ ഇത്? 2012 മോഡലാണ്. 12 വണ്ടിയാണ്. XX ഓപ്ഷൻ ആണ്. SX ആണല്ലേ? എന്തൊക്കെ വരുന്നത് ഫീച്ചേഴ്സ്? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അലോയ് വീല്, അലോയ്സ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതൊക്കെ കമ്പനിയിൽ തന്നെ വരുന്നതാണ്. എല്ലാം വരുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ, ഒരു ടെൻഷനും വേണ്ട. ഇത് ഇടികുത്തൊന്നുമില്ലല്ലോ? ആക്സിഡന്റ് ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ, ഓട്ടൊക്കെ എത്ര ഉണ്ടാവും ഏകദേശം? ഏകദേശം 1.5 ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലെ? ഡീസലാണ് അത്യാവശ്യം. ഡീസൽ വണ്ടി പിന്നെ ഓടാതിരിക്കൂല. ഓടുന്ന വണ്ടിയാണ്. ഡീസൽ അത്യാവശ്യം നല്ല കാര്യങ്ങള്, മറ്റേ സ്റ്റാറിംഗ് കൺട്രോൾ എല്ലാം ഉണ്ടല്ലോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ആരെങ്കിലും വിളിച്ചാൽ പറഞ്ഞു കൊടുത്താൽ ഇതിനെ പറ്റിട്ട് ചെറിയ പൈസ കൊടുക്കല്ലേ? അതും ഫുള്ള് ലോണിൽ കൊടുക്കുക. ഏകദേശം ഫുള്ള് ലോണിൽ കൊടുക്കുക. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം. അതും വെർണ വണ്ടി, ഡീസൽ, നല്ല അടിച്ചപൊളി കളറിൽ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറ്. അതും ഓട്ടോമാറ്റിക് വണ്ടിയല്ല? ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2019 മോഡൽ കേട്ടോ. 19 വണ്ടി അല്ലേ? ഓക്കെ, VXi ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു വാഹനം അല്ല? ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടോ? ഇടിയും കുത്തൊന്നുമില്ല. KL 14 ആണ് കേട്ടോ വണ്ടി. കാസർഗോഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതും നേവി കളർ. വേറെ ഇടിയും കുത്തൊന്നും ഇല്ല അല്ലേ? ഓക്കെ, ഇത് കണ്ണി ചിമ്മിറ്റ് എടുക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് അല്ലേ? ധൈര്യമായിട്ട് എടുക്കുക. ഇത് ഓണർഷിപ്പ് എത്ര തന്നെ? സെക്കൻഡ് ഓണർ. ഒരു ടെൻഷനും വേണ്ട. ഇത് എത്ര കൊടുക്കുക ബ്രോ? ഇത് നമുക്ക് 5,25,000 രൂപ. 5,25,000 ഈ വണ്ടി? കേരളത്തിൽ ഒരു മനുഷ്യൻ കൊടുക്കാത്ത വിലയിൽ ഈ വണ്ടി നിങ്ങൾ കൊടുക്കും? ഓട്ടോമാറ്റിക്. അതും 19 വണ്ടി VXi. ഓട്ടം കുറവാണ് അല്ല? ഒരു ടെൻഷനും വേണ്ട. റിഡ്സ് കാറാണ്. പിന്നെ കളർ എന്തല്ല, കിരുമത്തിന്റെ കളറാണ് അല്ലെ? നല്ല അടിപൊളി കളർ. ഈ കമ്പനി കളറാണ്? ഓക്കെ, എത്ര മോഡലായിരുന്നു? 2009 മോഡലാണ്. 9 വണ്ടി ആരും കണ്ടെങ്കിൽ പറയില്ല കേട്ടോ, അത്രയും കാണാൻ ഭംഗിയുണ്ട്. പേപ്പർ 29 വരെ ഉണ്ടാവും. ഇന്ത്യൻ ഭാഗത്തൊക്കെ നോക്കണമെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ സെറ്റ് കാര്യങ്ങള്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും അല്ലെ? സെൻട്രൽ ലോക്കും വരും. ടയറൊക്കെ അത്യാവശ്യം പുത്തൻ ടയറാണ്, ഒരു ടെൻഷനും വേണ്ട. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ ഏകദേശം 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം ഓടിയിട്ടുണ്ടല്ലേ? ഓപ്ഷൻ വരുന്ന VXi. സോറി, VDI, എനിക്ക് മാറിപ്പോയതാണ്. ഓക്കെ, ഇത് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. അതും ഒരു ഡീസൽ വണ്ടി, അത്യാവശ്യം നല്ല മൈലേജ്, 20 മൈലേജ് എന്തായാലും കിട്ടൂല. ഒരു ടെൻഷനും വേണ്ട. നല്ല മെക്കാനിക് ഒക്കെ ഫുള്ളാണ് അല്ല? ഓക്കെ, നിസാന്റെ സണ്ണി കാണിച്ചു കൊടുക്കല്ലേ? ഇത് ഡീസൽ വണ്ടി? ഡീസലാണ്. 2018 XL വേരിയന്റ്. 18 വണ്ടി, 18 മോഡൽ XL വേരിയന്റ് അല്ലേ? 18 വണ്ടി ഒന്നും അങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്നില്ല. സണ്ണി കുറവാണ്. സണ്ണി 18 മോഡൽ വളരെ കുറവാണ്. ഇത് പിന്നെ എത്ര ഓട്ടം ഉണ്ട്? ഇത് 78,000 കിലോമീറ്റർ ആണ് ഇതിൽ കാണിക്കുന്നത്. ഇത് റീവണ്ടിയാ? ഇത് റീവണ്ടിയാണ്. ഓ, നമ്പർ ആയതാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇടിയും കുത്തൊന്നുമില്ല. ഇല്ലല്ലേ? മെയിൻ ക്ലാസ് മറ്റോ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് ലോക്കാണ് ഇന്ത്യൻ ഭാഗത്ത് അല്ല? അത് കുഴപ്പമില്ല. ഈ ആരും ആവശ്യക്കാരുണ്ടെങ്കിൽ അയച്ചു കൊടുത്താൽ വാട്സാപ്പില് ഇന്റീരിയർ ഭാഗത്ത്. ഇത് എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്കൊരു 3,40,000 രൂപ. 3,40,000 കൊടുക്കാം. മാക്സിമം ഫുള്ളി ലോണിന് ചെയ്യാം അല്ല? ഒരു ഡീസൽ വണ്ടി. ഓക്കെ, ഇവിടെ ഒരു നിസാന്റെ ടെറാനോ. ഇത് എങ്ങനെയായിരുന്നു? ഇത് കളർ ഒരു വെറൈറ്റി ആണല്ലോ? വെറൈറ്റി കളറാണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2014 മോഡൽ 85 ആണ്. 2014 മോഡൽ 85 വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ടാവും? 1.30 ഓടിയിട്ടുണ്ട്. ഇത് കേരള വണ്ടിയല്ലേ? കേരള ഉണ്ട്. വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ പുതിയതുണ്ട്. 4 കടുമ്പുത്തൻ ടയർ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗം ഫിറ്റ്. എല്ലാ ഭാഗം ഫിറ്റ്. ഒന്നും നോക്കാനില്ല, കാരണം ചിമ്മിട്ട് എടുക്കാം. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്ക് 3.5 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. കൊടുക്കല്ലേ? ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ.
മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂല? ഓ മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ, ഇത് മോഡൽ എത്ര നിങ്ങൾ പറഞ്ഞത്? 14 വണ്ടി. ഓക്കെ, ഇവിടെ വേറൊരു റീനോൾട്ടിന്റെ ഡസ്റ്റർ അല്ലേ? ഇതെങ്ങനെയായിരുന്നു? ഇതും 85 ആണ്, 2014 ആണ്. 85 ആണ്, 2014 മോഡൽ അല്ലേ? നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,50,000 തന്നെയാണ്. 3,50,000 ചോദിക്കുന്നത്. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും, ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഓക്കെ, വേറെ ഇടിയും കുത്തൊന്നും ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. എത്ര ഓടിയിട്ടുണ്ടാവും ഇത്? ഏകദേശം 1,30 ഓടിയിട്ടുണ്ട്. 1,30 ഓടിയിട്ടുണ്ട്. ഒരു സ്വിഫ്റ്റ് കാർ, അതും 2 കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടി, 2 കളർ ആക്കിയതല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2017 ഡിസംബർ ആണ് വണ്ടി. 17 ഡിസംബറിൽ രജിസ്റ്റർ, അതായത് പിന്നെ ടൈപ്പ് VDI ആണ്. ടൈപ്പ് 2 ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വാഹനം അല്ല? 17 ഡിസംബറിൽ. പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയല്ലേ? ഓപ്ഷൻ വരുന്ന VDI ഓപ്ഷൻ ആണ്. ഓക്കെ, ഓട്ടം എത്ര ഉണ്ട് ഇത്? ഓട്ടം 1,40 ഓടിയിട്ടുണ്ട്. 1,40 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആണ്. ഓഹോ, ഒരു ടെൻഷനും വേണ്ട, സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ കമ്പനി സെറ്റ്, AC പവർ സെറ്റ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതില്. ഇത് എത്ര കൊടുക്കാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് ലാസ്റ്റ് 4,50 കൊടുക്കാം. 4,50 കൊടുക്കാം. അതും 2017 ഡീസൽ വണ്ടി, സ്വിഫ്റ്റ് കാർ. 12ാം മാസം. നല്ല കിരുമത്തിന്റെ കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു ആൾട്ടോ ഉണ്ട് അല്ലേ? അതും ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ്. എയർ ബാഗ് വരുന്ന മോഡൽ 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 2020 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിക്കണേ? ഏകദേശം 80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000 ഓടിയിട്ടുണ്ടല്ലേ? സർവീസ് ഒക്കെ ഉണ്ടാവും അതില്? തന്നെ. ആൾട്ടോ 800 സർവീസ് ഉണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും? ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ. ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാന്. ഒരു ഫ്രഷ്നെസിന്റെ ഒരു ഇതുണ്ട് കാണാന്. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 2,95,000 രൂപ. 2,95 കൊടുക്കാം. അതും 2020 വണ്ടി. ഓക്കെ, മാക്സിമം ലോൺ ഒക്കെ ചെയ്യാൻ പറ്റും. പുതിയ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഗനർ കാണിച്ചു കൊടുക്കല്ലേ? ഇത് എങ്ങനെയായിരുന്നു ചേട്ടാ മോഡല്? ഇത് 2020 മോഡൽ. 20 മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി അല്ല? 20 മാനുവൽ. ഇത് 1.2 അല്ലെങ്കിൽ 1.2 അല്ല? സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഏകദേശം 1,00,000 അടുത്ത് ഓടിയിട്ടുണ്ടല്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അതാ? തട്ടുമുട്ടി പേർക്കൊന്നുമില്ല. കാണാൻ നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ വരുന്നത് VXI ഓപ്ഷൻ ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ടെൻഷനും വേണ്ട, വണ്ടി ക്വാളിറ്റി ആണെന്ന് മൂപ്പര് പറയുന്നത്. ഇത് എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്കൊരു 4,60 കൊടുക്കാം. 4,60 ചെയ്യാം. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഏകദേശം 90% ലോൺ അവൈലബിൾ. ലോൺ ഫുള്ള് കിട്ടുമോ ഇതിന്? ഏകദേശം ഫുൾ ലോൺ കിട്ടും. ഒരു നയ പൈസ വേണ്ടല്ലേ? ഇല്ലാതെയും കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു വാഗനർ കാണിച്ചു കൊടുക്കല്ലേ? വാഗനർ 2018 വണ്ടി, ഒരു ഗ്രേ കളർ ആണ്. ഇതേപോലത്തെ 2 വണ്ടി ഉണ്ടല്ലോ ഇവിടെ? അല്ല, ഈ കളർ എന്താ വെച്ചാലേ എല്ലാ ആളുകളും അന്വേഷിക്കുന്ന ഒരു കളറാണ് ഈ ഗ്രേ കളറ്. ഇത് മോഡൽ എത്ര വരുന്നത്? 2018 മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി അല്ല? എങ്ങനെയായിരുന്നു ഓട്ടം കാര്യങ്ങളൊക്കെ? ഇത് 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 52 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആയിരുന്നു അല്ല? ഓക്കെ, വണ്ടി റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. ഇല്ലല്ല? ഒരു ടെൻഷനും വേണ്ട, നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ, ഇത് ഓപ്ഷൻ വരുന്നത് ഏതാ? ഇത് VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് അല്ല? 18 മോഡൽ കേട്ടോ. 18 വണ്ടി. ഇത് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 3,80 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ, 3,80 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഒരു 10-30 രൂപ ഇറക്കാൻ പറ്റില്ല? തീർച്ചയായിട്ടും മതിയാവും. ഇവിടെ ഒരു ഹ്യൂണ്ടായിന്റെ i10. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ല? ഒരു ചെറിയ ബഡ്ജറ്റില് ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി. 13 മോഡലാണ്. 13 മോഡലാണ്. എത്ര പേര് പേപ്പർ ഉണ്ടാവും? 28 വരെ പേപ്പർ ഉണ്ടാവും. 28 വരെ പേപ്പർ ഉണ്ട്, ഒരു ടെൻഷൻ വേണ്ട. ഇത് ഓപ്ഷൻ വരുന്ന സ്പോർട്സ് അല്ല? ഇത് എന്തൊക്കെ വരുന്നത് ഫീച്ചേഴ്സ്? 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നല്ലോ? എല്ലാം ഉണ്ട്. പിന്നെ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. 13 മോഡലാണ്. ഇത് ഓട്ടോ എത്ര ഉണ്ടായിരുന്നു? ഇത് ഏകദേശം 1,00,000 ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വാഹനം. 1,00,000 ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കൊടുക്കത്?
നമുക്ക് 2,20,000 റുപ്യ. എത്ര? 2,20,000. 2,20,000 കൊടുക്കാം. ഇത് ലോൺ കിട്ടൂലേ? ലോൺ കിട്ടും. ലോൺ കിട്ടുമല്ലേ? മാക്സിമം ചെയ്യാൻ പറ്റുമോ? ഓ, ചെയ്യാം. ഓക്കെ. ഇവിടെ ഒരു വാഗനർ വൈറ്റ് 2013 വണ്ടി അല്ലേ? VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ അല്ല? എത്ര ഓടിയിട്ടുണ്ട് ഇത്? ഏകദേശം 1,10 കോടി. 1,10 ഓടിയിട്ടുണ്ട്. ഇതൊരു മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അല്ല? ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,40 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 2,40 കൊടുക്കാം. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇടിമുത്തൊന്നും ഇല്ലല്ലോ? മേജർ ഒന്നും ഉണ്ടാവില്ല. ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇത് മാക്സിമം ലോൺ ചെയ്യാൻ എത്ര പൈസ ഇറക്കാം? ഒരു 10-40 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാം. മതിയാവും അല്ലെ? 10-40 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ഇവിടെ ഒരു ആൾട്ടോ കാർ. AC ഉണ്ടോ ഇതില്? ഇത് AC പവർ സ്റ്റിയറിംഗ് LXI ആണ് ഓപ്ഷൻ തന്നെ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു വാഹനമാണ്. 12 മോഡൽ അല്ലെ? എന്ത് പാട് വണ്ടി? നല്ല വണ്ടി. നല്ല വണ്ടി. ഒന്ന് നോക്കാനല്ല, കണ്ണി സിമെന്റ് എടുക്കല. ഓക്കെ. ഈ 12 എന്ന് പറയുമ്പോ ലാസ്റ്റ് അല്ലേ ഈ ആൾട്ടോന്റെ അവസാന ഘട്ടം? ഈ വേരിയന്റ് ലാസ്റ്റ് ഇറങ്ങിയ വാഹനമാണ്. അതെ, ആൾട്ടോ കാറിന്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വാഹനം കൂടിയാണ്. ഇത് ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഇത് ഏകദേശം 1,00,000 അടുത്ത് ഓടിയിട്ടുണ്ട്. ഉണ്ടാവില്ല. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ആണ് തന്നെ? വേറെ എന്തെങ്കിലും മേജർ പ്രശ്നങ്ങൾ? കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ പറ്റും? ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ. ഒരു ടെൻഷനും വേണ്ട. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1,30 കൊടുക്കാം. 1,30 കൊടുക്കാം. അതും 2012 LXI വണ്ടി. 1,30 ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. വില കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാർക്കറ്റ് ഉള്ളതിനേക്കാൾ കുറച്ചിട്ടാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത്. ലോണും ചെയ്യാൻ പറ്റുമല്ലോ? ലോൺ ചെയ്യാം. ഇതേപോലത്തെ വേറൊരു വണ്ടി ഇതാ ആൾട്ടോ കാറ്. ആൾട്ടോ കാറിന്റെ ചാകർ കുറെ ഉണ്ടല്ലോ ഇവിടെ. ഇത് 2029 വരെ പേപ്പറുള്ള വാഹനം. 9 വണ്ടി 29 വരെ പേപ്പർ ഉണ്ട് അല്ലെ? നല്ല കണ്ടീഷനുള്ള വാഹനമാണ്. നല്ല കണ്ടീഷനിലാണ്. ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഇത് റീപ്ലേസ് ഒന്നും ഉണ്ടോ? തട്ടുണ്ടോ? തട്ടുമുട്ട്? ഇല്ല, തട്ടുമുട്ടൊന്നും ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് തേർഡ് ആണ്. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? 1,00,000 രൂപ. 1,00,000. 2009 AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. LXI ഓപ്ഷൻ. 29 വരെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. 1,00,000 റുപ്യക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. ഒരു ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു വാനാണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2018 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 2018 സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. എത്ര ഓടിയിട്ടുണ്ട്? ഏകദേശം 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. അത് നിങ്ങളെ നിഗൂഢതയിൽ ഇല്ലല്ലോ അങ്ങനെയുള്ള പരിപാടി. അത് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. വേറെ പ്രശ്നം. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട് വണ്ടി. എത്ര മോഡൽ പറഞ്ഞാലേ ചേട്ടാ? ഇത് 2018 മാനുവൽ വണ്ടി അല്ല? എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 3,80 കൊടുക്കാം. 3,80 കൊടുക്കാം. ഒരു ടെൻഷനും വേണ്ട. എത്ര പൈസ ഉണ്ട് ഇറക്കാൻ പറ്റും? ഏകദേശം 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 30 രൂപ മതി അല്ലേ? വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ. ഹോണ്ടന്റെ ജാസിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിണ്ണം പോലത്തെ ഒരു വണ്ടി അല്ലേ? 2018 വണ്ടി. ഒരു ടെൻഷനും വേണ്ട. നല്ല അടിപൊളി കളറാണ് വരുന്നത്. ഇത് എത്ര ഓട്ടോ ഉണ്ടാവും ബ്രോ? ഇത് ഏകദേശം 1,25 ഓടിയിട്ടുണ്ട്. 1,25 ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടി എന്തുപാട് ക്വാളിറ്റി? അടിപൊളി അല്ലേ? മിയ. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സെൻട്രൽ ലോക്കൽ ഇല്ലേ ഇതില്? ഓക്കെ. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ പിന്നെ കമ്പനി സെറ്റ് എല്ലാം വരുന്നുണ്ട്. കമ്പനി സെറ്റ്, എല്ലാ സെറ്റും. ഇത് ഏത് ഓപ്ഷന്? VX അല്ല? VX ഫുൾ ഓപ്ഷൻ വണ്ടി. ടയറൊക്കെ പുത്തൻ ടയറാണ് കേട്ടോ. എത്ര കൊടുക്കും ഇത്? ഇത് നമുക്ക് 4,70 കൊടുക്കും. 4,70 കൊടുക്കാം. അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. നല്ല ഖീദുമത്തിന്റെ ഒരു മഹീന്ദ്രന്റെ XUV ആണ്. അതും ഏറ്റവും ടോപ്പ് ഓപ്ഷന്. അലോയ്സ്, ആൻഡ്രോയിഡ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, ഫോഗർ, ഡിഫോഗർ, എല്ലാ സെറ്റപ്പ് എന്ത് ഉണ്ട് എന്ന് ചോദിക്കുന്നത് എല്ലാം ഉണ്ട് ഇതിൽ. ഓക്കെ. എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2016 മോഡലാണ്. 16 വണ്ടി അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് നിന്നോളി, ഞാൻ വണ്ടി കാണിച്ചു കൊടുക്കട്ടെ. 85,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടി അല്ല? ഈ അലോയ്സ് ഒക്കെ നല്ല കിതുമത്തിന്റെ അലോയ്സ് ആണല്ലോ. അതൊക്കെ ഒറിജിനൽ. ഇത് 500 ആണ് വരുന്നത്. പിന്നെ W10 ഏറ്റവും ടോപ്പ് അലോയ്സ്. നല്ല കിതുമത്തിന്റെ അലോയ്സ്. ടയർ അത്യാവശ്യം കട്ടകൾ ടയർ ഉണ്ട്.
പിന്നെ വേറെ ഇത് എത്രാമത്തെ ഓണറാ? തേർഡ് ഓണർ. മൂന്നാമത്തെ അല്ല. വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? ഇല്ല, റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇടിമുത്തൊന്നും ഇല്ല? മേജർ ഒന്നുമില്ല. മേജർ ഇല്ല. ഓക്കെ. എത്ര കൊടുക്കിയത്? ഇത് നമുക്ക് 7,75,000 രൂപ. 7,75,000 കൊടുക്കുക. അതും 2016 മോഡൽ, 16 ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് അടുക്കാൻ വരുന്ന ഒരു വാഹനമാണ്. ഓക്കെ ലതീഷ് ബ്രോ, അപ്പൊ ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായും. ഒരു ആൾട്ടോ 800 ആണ്, ഒരു മോഡൽ കൂടിയൊരു വാഹനം. ലതീഷ് ബ്രോ, ഇത് ഒന്നും കൂടി ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ 3 കിലോമീറ്റർ ആണ് ഹൈ റേഡിയസ്. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ഇറങ്ങി പിന്നെ നമ്പർ വീഡിയോയിൽ ഉണ്ട് കേട്ടോ, അതിൽ വിളിച്ചാൽ മതി. പിന്നെ വേറൊന്നും പ്രേക്ഷകരോട് പറയാനില്ലല്ലോ? വേറെന്താ, മാക്സിമം ക്വാളിറ്റി കാറുകൾ നമ്മൾ കൊടുക്കും. പ്രേക്ഷകർ വന്നു കഴിഞ്ഞാല് അവര് വന്ന് ചെക്ക് ചെയ്തിട്ട് ഫുള്ള്. അല്ല, നിങ്ങൾ ഇവിടെ ചോദിച്ച വിലയാണോ അല്ല കുറച്ച് കൊടുക്കോ? അല്ല, വില വന്നിട്ട് നമ്മൾ സംസാരിച്ച് നെഗോഷ്യബിൾ ആണ് റേറ്റ്. ആളുകൾ വരട്ടല്ല, വന്ന് അവർക്ക് വണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ടാലേ പിന്നെ വില ലാസ്റ്റ് നമ്മൾ കൺഫേം കുറച്ച് കൊടുക്കല. ഓക്കെ. അപ്പൊ ഇതിന്റെ മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡൽ VXi ആണ് വണ്ടി. 18 വണ്ടി VXi ആണ് ഓപ്ഷൻ വരുന്നത്. VXi എന്ന് പറയുമ്പോ ഫുൾ അല്ലേ? ഇതിൽ ഫുള്ള്. ഇതില് ഫുൾ ആണ്. ഓക്കെ. ഇന്ത്യയിൽ അകത്തെ സീറ്റ് കവേഴ്സ്, അതുപോലെ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓഹോ. AC 2 പവർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ, അത്യാവശ്യം കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ടയറൊക്കെ പുതിയ ടയറാ, പുത്തൻ ടയറാണല്ലേ? ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട് ഇത്? ഓട്ടോ ഏകദേശം 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഒന്നുകൂടിനാ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് പക്കാണ് അല്ല, ടെൻഷൻ വേണ്ട, ഒരു ടെൻഷൻ. ഓക്കെ. എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് 2,60 കൊടുക്കാം. 2,60 കൊടുക്കാം. 2018 വണ്ടി അല്ല? ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുള്ള നമ്പറിൽ വിളിച്ചോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും ഗുഡ് ബൈ.